പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിനെ പറ്റി ചിന്തിക്കാം. ലൂക്ക 23:34 യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. മത്തായി 27:46 യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചു കാണും, ആദ്യത്തെ പ്രാർത്ഥനയിൽ പിതാവേ എന്ന് വിളിച്ച് അവരുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈശോ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ കാരണം വ്യക്തമാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, മത്തായി 27:46 ഈശോ ദൈവത്തോട് പരാതി പറയുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അവിടെ സംഭവിക്കുന്നത് തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ്. ഈശോയുടെ ജനനത്തിൻ്റെ ഏകദേശം 600 വർഷം മുമ്പ് എഴുതിയ സങ്കീർത്തനത്തിൻ്റെ 22-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാൽവരിയിൽ നടന്നത് ഈ അധ്യായത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ന്. സങ്കീർത്തനം 22:18 അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. നമുക്കറിയാം, കാൽവരിയിൽ വെച്ച് ഈശോയുടെ വസ്ത്രം പടയാളികൾ പങ്കിട്ടെടുക്കുകയും അങ്കിക്കായി നറുക്കെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഈശോ ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ വളരെ വ്യക്തമായി സങ്കീർത്തനം 22 നമുക്ക് കാണുവാൻ സാധിക്കും. 22-ാം സങ്കീർത്തനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നതെന്ന് അവർ ഉദ്ഘോഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നിവിടെ ഉദ്ഘോഷിക്കുന്നത് നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടിത്തന്ന ഈശോ മിശിഹായെ പറ്റിയാണ്. അപ്പോൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് പരാതി പറയുകയല്ല ചെയ്തത്, മറിച്ച് സങ്കീർത്തനം 22 നമ്മളെ ഓർമ്മിപ്പിക്കുകയും സങ്കീർത്തനത്തിൻ്റെ അവസാനം പറയുന്നത് പോലെ മോചനം നേടിത്തന്നു എന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.